വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. എൻ ഹൃദയത്തിൽ നീ വരണേ, വിശ്വാസം നൽകണമേ, വിശ്വാസം നൽകണമേ നാഥ, വിശ്വാസം നൽകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ വീണു പോകുന്നത് ഒരു പ്രതിഭാസമാണ്, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ചതിക്കുഴിയാണ്. പക്ഷേ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിനോട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ഇടയന്മാരെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അജഗണത്തിന് വേണ്ടി മഹാ ഇടയനോട് പ്രാർത്ഥിക്കും. പത്രോസിൻ്റെ വാക്കുകളാണ് മഹാ ഇടയൻ. കർത്താവിന് മഹാ ഇടയൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം അതിന് താഴെയുള്ള ഇടയന്മാരാണ് അപ്പോസ്തലന്മാരൊക്കെ. ഇപ്പോൾ മഹാ ഇടയനോട് പ്രാർത്ഥിക്കും, ഇങ്ങനെ വിശ്വാസത്തിൽ വീണ് പോകുന്നുണ്ടല്ലോ ആൾക്കാരെ, എന്ത് ചെയ്യും, എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് വീണ് പോകാതിരിക്കാൻ ഒരു മാർഗം പറഞ്ഞു കൊടുക്കും. അത് പത്രോസ് എഴുതിയിട്ടുണ്ട്. അതാണ് 2 പത്രോസ് 1:10. 2 പത്രോസ് 1:10. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ ഉത്സാഹിക്കുവിൻ. ഒന്നേറ്റ് പറഞ്ഞേ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതില് ഉത്സാഹിക്കുവിൻ. അപ്പോൾ നിങ്ങൾ വീണു പോകില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ 2 കാര്യങ്ങളാണ് പരിശുദ്ധാത്മാവ് പത്രോസിലേക്ക് നൽകിയത്. എന്താണ്? ഒന്ന് വിളി, രണ്ടാമത്തത് തിരഞ്ഞെടുപ്പ്. ഇതെന്ത് ചെയ്യണം? ഇത് രണ്ടിനുള്ള കുഴപ്പമാണ്. ഇളകി പോകും ഇടയ്ക്കിടയ്ക്ക്. ചാഞ്ചാട്ടം ഉണ്ടാകും എന്നർത്ഥം. വിളിക്കും ചാഞ്ചാട്ടം ഉണ്ടാകും, തിരഞ്ഞെടുപ്പിനും ചാഞ്ചാട്ടം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ ഉറപ്പിക്കണമെന്ന് പറയണത്. ഒരു പ്രോസസ്സാണ്. എത്ര കാലം വരെ ഉറപ്പിക്കണം വെച്ചാൽ ഓർമ്മ പോണവരെ ഉറപ്പിക്കേണ്ടി വരും. ആധ്യാത്മിക ആചാര്യന്മാരുടെ ജീവചരിത്രം പരിശോധിക്കുമ്പോഴും എൻ്റെ തന്നെ വ്യക്തിപരമായ ആധ്യാത്മിക അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണത്. അതായത് എത്ര കാലം ഇത് ഉറപ്പിക്കേണ്ടി വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓർമ്മ പോകണവരെ. ഇപ്പോൾ ഓർമ്മയില്ലേ പിന്നെ സ്പിരിച്വാലിറ്റി ഇല്ലല്ലോ. അപ്പോൾ ഓർമ്മ പോകണവരെ നമ്മളിത് ഉറപ്പിക്കേണ്ടി വരും. എന്തൊക്കെയാണ് ഉറപ്പിക്കേണ്ടത്? വിളി ഉറപ്പിക്കണം, രണ്ടാമത് തിരഞ്ഞെടുപ്പ് ഉറപ്പിക്കണം. അപ്പോൾ വിളി എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മൾ അറിയണം. ഈ വിളി എന്ന് പറഞ്ഞാൽ എന്തിനാണ് വിളിക്കണത്? അതായത് വിളിക്കുമ്പോൾ എപ്പോഴും വിളിക്കേണ്ട കാരണം ഉണ്ടാകത്തില്ലേ? അതാണ് ഉറപ്പിക്കേണ്ടത്. എന്താ വിളിയുടെ കാരണം? ഇപ്പോൾ സുവിശേഷത്തിൽ 2 തരം വിളിയുണ്ട്. ഫസ്റ്റ് കോൾ ആൻഡ് സെക്കൻഡ് കോൾ. 2 വിളിയുണ്ട്. 2 തരം. അപ്പോൾ 2 വിളിയുടെ നേച്ചർ നമ്മൾ അറിയണം. ഇത് അച്ഛനെയും കന്യാസ്ത്രീകൾക്കുള്ള വിളിയല്ല ഇത് ജനറലായിട്ട് നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങിച്ച് യേശുക്രിസ്തു ഏകരക്ഷകനാണെന്ന് നിത്യതയിലേക്കുള്ള ദൈവവിളിയാണ്. നിത്യത്തിലേക്കുള്ള ദൈവവിളി എല്ലാവർക്കും ഒരുപോലെയാണ്. അവരവരുടെ തിരഞ്ഞെടുപ്പ് അനുസരിച്ചുകൊണ്ട് അതിനെ സാക്ഷാത്കരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഒന്നുകൂടി ഒരുമിച്ച്. പരിശുദ്ധാത്മാവേ,
പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒന്നാമത്തെ കർത്താവിന്റെ വിളി എന്തിനുള്ളതാണ്? അതാണ് മർക്കോസിന്റെ 3:15. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 3:15 എന്താണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ, പിശാസുക്കളെ ബഹിഷ്കരിക്കുവാൻ, തന്നോടുകൂടി ആയിരിക്കുവാനും 3:15, 16, 17 തിരുവചനങ്ങളാണ്. 3 കാര്യത്തിനാണ് ദൈവം വിളിക്കുന്നത്. എന്തിനാണ്? തന്നോടുകൂടി ആയിരിക്കുവാൻ, പിന്നെ സുവിശേഷം പ്രസംഗിക്കുവാൻ. ഈ 2 കാര്യവും ഉറപ്പിച്ചാൽ മതി. തന്നോടുകൂടി ആയിരിക്കുവാനുള്ള, അതായത് ഏതവസ്ഥയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുവാൻ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആത്മാവിന്റെ കൃപകൾക്കായി ആഗ്രഹിച്ചുകൊണ്ട് കൈകളടിച്ചുകൊണ്ട് പാടട്ടെ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ 14:15 ലോകത്തിന്മേൽ വിജയം നേടാൻ 3:14-15. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? വീണു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉറപ്പിക്കേണ്ട ദൈവവിളി എന്താണ്? ഒന്ന്, മർക്കോസിന്റെ സുവിശേഷം 3:14 എന്താണ്? തന്നോട് കൂടി ആയിരിക്കുവാൻ. രണ്ടാമത്തേത് എന്താണ്? സുവിശേഷം പ്രസംഗിക്കുവാൻ, സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ. ഈ 2 കാര്യം ഉറപ്പിച്ചാൽ മതി. ഒന്ന്, തന്നോടുകൂടി ആയിരിക്കണം. അതായത് ഏത് കൊറോണ ആണെങ്കിലും നമ്മൾ വിശ്വാസത്തിലും ഭക്തിയിലും പ്രാർത്ഥനയിലും വിശുദ്ധിയിലും കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം. അത് ചുമ്മാ വിളിയല്ല, അത് വലിയ അടിസ്ഥാനപരമായി വീണ് പോകാതിരിക്കാനുള്ള. നമ്മളിപ്പോൾ രോഗിയായിട്ട് ആശുപത്രിയിലാണ് നിൽക്കണം വിചാരിച്ചോ, നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. കൊറോണ തന്നെ വേണമെന്നില്ല, ന്യൂമോണിയായ എന്തെങ്കിലും രോഗം പിടിച്ച് നമ്മൾ ആശുപത്രി കിടക്കുകയാണ്. അപ്പം നമ്മളുടെ കൂടെ തുണ നിൽക്കുന്ന ഒരാളുണ്ടല്ലോ, ബൈസ്റ്റാൻഡർ. അവർക്ക് 10 മണിയാകുമ്പോൾ രാത്രി നിൽക്കുന്ന ആളാണ്. 10 മണിയാകുമ്പോൾ അവർക്ക് പോകണം, പോയി വീട്ടിൽ പോയിട്ട് അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. പക്ഷേ വേറെ ഒരാൾ വന്ന് നിൽക്കാമെന്ന് ചിലപ്പോൾ ഇളയ നാത്തൂനോ അല്ലെങ്കിൽ ചേടത്തിയോ അനിയത്തിയോ ആൻറ്റിയോ സംബടി ആരെങ്കിലും വന്ന് നിൽക്കാമെന്ന്. പക്ഷെ അവർ വന്നില്ലെന്ന് വിചാരിച്ചോ, ഇവർ പോവുകയും ചെയ്ത്. നമുക്കൊരു വെള്ളം എടുത്ത് തരാൻ പോലും ആരുമില്ല. അപ്പം നമ്മളെല്ലാ ബന്ധുക്കളെയും പ്രാഗി നമ്മൾ മനസ്സിന് വിഷമിച്ച് അവിടെ കിടക്കും. അപ്പോൾ നമ്മൾ ആരുടെ കൂടെയാണ്? ആരുടെയും കൂടെ അല്ലേ? ഉറപ്പാണ്, കർത്താവിൻ്റെ കൂടെ അല്ലെന്ന് ഉറപ്പായി. നമ്മൾ ആരുടെങ്കിലും കൂടെ ആയിക്കൊള്ളട്ടെ, പക്ഷേ നമ്മൾ കർത്താവിൻ്റെ കൂടെ, ബേസിക്കായിട്ട് നമ്മൾ കർത്താവിൻ്റെ കൂടെ അല്ല. അതെപ്പോഴും നമ്മൾ, അതായത് ഈ വിളി എന്തിനുള്ളതാണ്? തന്നോട് കൂടെ ആയിരിക്കാനുള്ളതാണ്. അത് ഏതവസ്ഥയിലും. അത് ഇപ്പം നീ പ്രഗ്നൻ്റ് ആണ്. ഇപ്പോഴത്തെ ഭർത്താക്കന്മാരുടെയൊക്കെ കേസ് കേട്ടില്ലേ? ഹൈക്കോടതി വന്ന കേസ് കേട്ടില്ലേ? ഭാര്യ പ്രഗ്നൻ്റ് ആണ്, പക്ഷേ അയാളുടെ കുട്ടി അല്ല എന്നും പറഞ്ഞ് അവളെ ഉപേക്ഷിച്ചു. അവളെന്നാ ചെയ്തിരിക്കണത്? ഹൈക്കോടതിയിൽ പോയി.
ഗർഭശിശുവിൻ്റെ DNA ടെസ്റ്റിന് വേണ്ടി ഹൈക്കോടതി ഓർഡർ ഇട്ടെന്നാണ് തോന്നണത്. അല്ലാതെ നിവർത്തിയില്ലല്ലോ. സ്വന്തം വയറ്റിൽ പിറന്ന കുഞ്ഞ് ആ ഭർത്താവിൻ്റെ അല്ലെന്ന് പറയുമ്പോഴൊരു അവസ്ഥയിലേ നമുക്ക് എന്നാ തോന്നുന്നത്? ഈ ജീവിതത്തോട് തന്നെ വെറുപ്പ് തോന്നും, അയാളുടെ വെറുപ്പ് തോന്നും, കല്യാണം കൊണ്ടുവന്നവരോട് വെറുപ്പ് തോന്നും, എല്ലാവരോടും നമുക്ക് തോന്നും. ഇതാണ് ലൈഫ് എന്ന് പറയണത്. ഈ സമയത്തും ഇത് തന്നെയല്ല പരിശുദ്ധ അമ്മയ്ക്കുണ്ടായ അവസ്ഥ. അന്ന് ഹൈക്കോടതി ഇല്ല, ഞാൻ ഭാഗ്യം. അമ്മയ്ക്കൊരു ഹൈക്കോടതി ഉണ്ടായിരുന്നു. ഹൈക്കോടതിയിൽ തന്നെയാണ് അമ്മ പോയത്. അതാണ് വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം. നമ്മൾ വിശ്വാസികളെന്ന് പറയുന്ന എല്ലാവരും വിശ്വാസികളാണോ അല്ലേ എന്നുള്ളത് ഒരു ജീവിതാനുഭവത്തെ നമ്മളെങ്ങനെ സുവിശേഷവിഹിതമായി സമീപിക്കുന്നു. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല, പക്ഷേ വിശ്വാസി ഒത്തിരി വളരാനുണ്ട്. ശ്രുതികട ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ വിശുദ്ധ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച എൻ്റെ ഈശോയ്ക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു. എൻ്റെ പേര് മോളി പാട്രിക്, ഇതെൻ്റെ മോൻ കരോൾ പാട്രിക്. ഞങ്ങൾ വരുന്ന കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാനൊരു ലാബ് ടെക്നീഷ്യനാണ്. 2022 ജൂൺ 20 ഈ വിശുദ്ധ ദേവാലയത്തിൽ വന്ന് ഉടമ്പടി എടുക്കാൻ എൻ്റെ ഈശോ എന്നെ അനുഗ്രഹിച്ചത്. എൻ്റെ ഉടമ്പടിയുടെ ആദ്യത്തെ 3 മാസം ഉടമ്പടി എന്താണെന്ന് മനസ്സിലാക്കി ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് മുമ്പോട്ട് പോയി. ഞാൻ ഉടമ്പടിയിലായിരുന്ന ഈ സമയത്ത് എൻ്റെ മകൻ മംഗലാപുരം ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. അവിടെ വെച്ച് അവന് അലർജി പോലെ തോന്നിക്കുന്ന ഒരു സിംറ്റംസ് ബോഡിയിലുണ്ടായി. ഹെഡേക്ക് ഉണ്ടാകുക, കണ്ണ് ചുവന്ന് വരിക, അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ മുള്ളു കൊള്ളുന്ന പോലെ ഒരു തോന്നൽ, ഇച്ചിങ്, അതുപോലെ തന്നെ ബോഡി ഹീറ്റാകുക, ഇങ്ങനെ കുറച്ച് സിംറ്റംസ് കാണിച്ചു. ഇതിങ്ങനെ വന്ന സമയത്ത് ഞങ്ങൾ അവനോട് നാട്ടിലേക്ക് വരാൻ പറയുകയും ഞങ്ങൾ അവൻ്റെ ബ്ലഡ് ടെസ്റ്റ് നടത്തുകയും ചെയ്തു. ബ്ലഡ് ചെക്ക് ചെയ്ത സമയത്ത് അവൻ്റെ ബ്ലഡിൻ്റെ അകത്തെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിരിക്കുന്നതായിട്ട് കണ്ടു. നേരത്തെ ഒരു സാധാരണ ഒരു ടെമ്പറേച്ചറൊക്കെ വരുമ്പം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ 13.8, 13.6 ആ ലെവലിലൊക്കെ ആയിരുന്നു ഹീമോഗ്ലോബിൻ്റെ ലെവലുണ്ടായിരുന്നത്. എന്നാൽ അന്ന് പരിശോധിച്ച സമയത്ത് 17.2 ആയിട്ട് ഹീമോഗ്ലോബിൻ ഉയർന്നതായി കണ്ടു. അവൻ്റെ സിംറ്റംസും ഈ ഹീമോഗ്ലോബിൻ ഉയർന്നതും കൂടെ കണ്ടപ്പോൾ ഞാനത് ക്രോസ് ചെക്ക് ചെയ്തു. ക്രോസ് ചെക്ക് ചെയ്ത സമയത്ത് ആ ലെവൽ അതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ 1-2 ഡോക്ടേഴ്സിനോട് ഒപ്പീനിയൻ തേടിയതിന് ശേഷം ഞങ്ങൾ മംഗലാപുരമുള്ള KMC ഹോസ്പിറ്റലിൽ കാണിക്കുകയും ഡോക്ടറുടെ കൺസൾട്ടേഷൻ തേടി ഡോക്ടർ ഇവിടുന്ന് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, ഇതേപോലെ ഇനിയും ഇതിൻ്റെക്കാൾ കൂടുതലോ ഇതുപോലെ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്നെങ്കിൽ നെക്സ്റ്റ് മന്ത് ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണണം, ബ്ലഡ് വേണമെങ്കിൽ അധികം വരുന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം. പിന്നെ മാത്രമല്ല ഇന്ന് തന്നെ കുറച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടെസ്റ്റുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ ആ ടെസ്റ്റുകളെല്ലാം ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ നടത്തി. ECG, എക്കോ, അൾട്രാസൗണ്ട് എന്ന് വേണ്ട എല്ലാ പരിശോധനകളും നടത്തി. ഈ പരിശോധന നടത്താൻ പോയപ്പോഴെല്ലാം ഞാൻ ഉടമ്പടിയിലായിരുന്നു. എൻ്റെ അമ്മയുടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ മോൻ്റെ കയ്യിൽ കൊടുത്ത് ഞാനും ഹസ്ബൻഡും വെളിയിലിരുന്ന് പ്രാർത്ഥിച്ചു, വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. എല്ലാ ടെസ്റ്റുകളും നോർമലായിരുന്നു, പക്ഷേ ഹീമോഗ്ലോബിൻ മാത്രം അങ്ങനെ ഉയർന്നു നിന്നു. ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു നെക്സ്റ്റ് മന്ത് വരണം, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ആ OPDയിലിരുന്ന് ആ സമയത്ത് പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, എൻ്റെ അമ്മേ, ഞാൻ ഉടമ്പടിയിലാണ്, അമ്മയുടെ അടുക്കൽ ഞാൻ ഉടമ്പടി എടുത്തതാണ്. എൻ്റെ മോൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവല് അമ്മ ഈ നിമിഷം തന്നെ ഇടപെടണം, ഹീമോഗ്ലോബിൻ്റെ ലെവല് കുറയ്ക്കണം, അബ്നോർമൽ അവസ്ഥയിലേക്ക് പോകാതെ നോർമൽ സ്റ്റേജിൽ തന്നെ നിർത്തണം, ഒരു ബ്ലഡ് റിമൂവ് ചെയ്യേണ്ട അവസ്ഥയോ ഹെമറ്റോളജിസ്റ്റിനെ കാണേണ്ട ഒരു അവസ്ഥയോ വരുത്തരുതേ. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർച്ച നേർന്നു. ഞങ്ങൾ നെക്സ്റ്റ് മന്ത് വീണ്ടും ഇവൻ്റെ പരിശോധന നടത്തി. പരിശോധിക്കുന്നതിന് മുമ്പായിട്ട് ഉടമ്പടി കാശുരൂപം ഇവൻ്റെ കയ്യിൽ കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്തപ്പോൾ പരിശുദ്ധ അമ്മ ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ അമ്മ ഇടപെട്ടു. അവൻ്റെ ഹീമോഗ്ലോബിൻ്റെ ലെവൽ 17.2 നിന്ന് 14.6 ആയിട്ട് അമ്മ കുറച്ച് തന്നു. അന്ന് മുതൽ ഇന്ന് വരെയും ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഉയർന്നിട്ടില്ല, നോർമൽ അവസ്ഥയിൽ തന്നെ നിൽക്കുന്നു. പരിശുദ്ധ അമ്മ തൊട്ട് സൗഖ്യം നൽകി. അവൻ മാത്രമല്ല അവൻ്റെ ബോഡിയിലെ കംപ്ലീറ്റ് സിംറ്റംസും അമ്മ എടുത്തു മാറ്റി. അതിനുശേഷം ഇന്നോളം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അതിന് പരിശുദ്ധ അമ്മയോടും തിരുക്കുമാരനോടും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു.
അതിനുശേഷം അവൻ്റെ ആ ജോലിയിൽ നിന്ന് അവനെ ഇറങ്ങി. ജോലിയില്ലാതെ ഒരു 1 മന്തോളം വീട്ടിലിരുന്നു. വീട്ടിലിരുന്ന സമയത്ത് അവന് ജോലിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം, മനപ്രയാസം ഉണ്ടായി. ഞങ്ങൾ കുടുംബസമേതം, ഞാനും ഹസ്ബൻഡും മോനും കൂടെ ഇരുന്ന് കുടുംബസമേതം ഞങ്ങൾ കൊന്ത ചൊല്ലി വളരെ തീക്ഷ്ണമായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചു. പരിശുദ്ധമ്മ ഇടപെട്ടു. ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ ഒരു അമേരിക്കൻ ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കണക്റ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ അവൻ ലെക്ചറായിട്ട് ജോലി കൊടുക്കുകയും ഒരു 1 മന്ത് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പ്രൊമോഷനോട് കൂടി അമ്മ അവനെ ഉയർത്തുകയും ചെയ്തു. ആ കണക്റ്റഡ് എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മീഡിയ മാനേജറായിട്ട് ഉയർത്തി. സ്റ്റിൽ ഇപ്പോഴും അവൻ ആ ജോലിയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ സമയത്ത് ഞാൻ എൻ്റെ അമ്മയുടെ അടുക്കൽ ഞാനൊരു നിയോഗം ഇവന് വേണ്ടി എഴുതിയിട്ടിരുന്നു. ഈശോ ഏത് മേഖലയിലാണോ ഇവൻ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ ആ മേഖലയിലേക്ക് പരിശുദ്ധ ദൈവമാതാവേ നീ ഇവനെ കൂട്ടിക്കൊണ്ട് വരണേ, അമ്മ ഇടപെടണമേ, കൃപാസനം മാതാവെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എഴുതിയിട്ടിരുന്നു, ഒരു നിയോഗം വെച്ചിരുന്നു. ഈ 2025 ജനുവരിയിൽ ഫസ്റ്റ് വീക്കിൽ ഇവൻ്റെ ജോലി അമ്മ വർക്ക് ഫ്രം ഹോമിലേക്ക് ആക്കുകയും നാട്ടിലേക്ക് വരികയും ചെയ്തു. ഇവൻ നാട്ടിലേക്ക് വന്ന സമയത്ത് ഇവൻ പഠിച്ച മംഗലാപുരം സെൻറ്റ് അലൂഷ്യസ് കോളേജിൽ വേക്കൻസി ഉണ്ടെന്ന് അറിയുകയും അവൻ അവിടെ അന്വേഷിക്കാൻ പോവുകയും ചെയ്തു. ഈ സമയത്ത് HOD കണ്ട് സംസാരിച്ചപ്പോൾ അപ്പോഴാണ് പറയുന്നത് ഈ കോളേജ് ഡീംഡ് യൂണിവേഴ്സിറ്റി ആക്കി എന്നുള്ള കാര്യവും അവിടെ PhD സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യവും. ഇവൻ പഠിച്ച സമയത്ത് ഇത് ഓട്ടോണമസ് കോളേജായിരുന്നു. മാതാവ് ആ സമയത്ത് അമ്മ അതിലേക്ക് അവനെ വഴി നടത്തുകയായിരുന്നു. അവൻ അവിടുന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു, ഞാൻ എന്താ ചെയ്യണ്ടേ, PhDക്ക് അപ്ലൈ ചെയ്യണോ? ഇതിനു മുമ്പ് PhDക്ക് അപ്ലൈ ചെയ്യുന്നോ ഞങ്ങൾ ചോദിച്ചപ്പോൾ ഇവൻ ഒട്ടും അതിനെ ആഗ്രഹിക്കാത്തൊരു മകനായിരുന്നു. PhDക്ക് പോവുകയില്ല എന്ന് ശാഠ്യത്തോടെ തന്നെ പറഞ്ഞൊരു മകനായിരുന്നു. അതിനുശേഷം ഇവൻ എന്നോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിൻ്റെ നെഞ്ചിൽ പരിശുദ്ധ അമ്മയുടെ കാശുരൂപമുണ്ട്, കാശുരൂപത്തെ പിടിച്ച് അമ്മയോട് നീ ചോദിക്കുക, അമ്മ എന്താണോ തോന്നിപ്പിക്കുന്നത് അതിനനുസരിച്ച് നീ ചെയ്യ്, ഞാനൊരു കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കൊന്ത ചൊല്ലി പരിശുദ്ധമ്മയുടെ ഒരു കൊന്ത ചൊല്ലി കഴിഞ്ഞപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ PhDക്ക് അപ്ലൈ ചെയ്തു. അവൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻട്രൻസിൻ്റെ പേപ്പർ വന്നു. എൻട്രൻസിൻ്റെ പേപ്പർ വന്ന് ഇവൻ എൻട്രൻസ് എഴുതാൻ വേണ്ടി പോയി. എൻട്രൻസ് പരീക്ഷ 3 മണിക്കൂറോളം ആയിരുന്നു. എക്സാം എഴുതി തിരിച്ചു വന്നു. ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ റിസൾട്ടും വന്നു. ഇവന് PhDയിൽ ഫിസിക്സിനാണ് എക്സാം എഴുതിയത്. അതിൽ എഴുതിയ കുട്ടികളിൽ 2nd റാങ്കോടെ അമ്മ പാസ്സാകാൻ, എൻട്രൻസ് എക്സാം പാസ്സാകാൻ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയാണ് അവയിലേക്ക് അവനെ കൈപിടിച്ചു കൊണ്ടുവന്നതും അവനെ കരുതിയതും എല്ലാം. അമ്മയുടെ കൃപ, ഈശോയുടെ കാരുണ്യം അത് മാത്രമാണെന്ന് അവനും ഞങ്ങളും ഉറച്ചു വിശ്വസിക്കുന്നു. ഇന്ന് 8 മാസമായി അവൻ റിസർച്ചിൽ തുടരുകയാണ്. ഇതുവരെ അവന് മാതാവ് കൊടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കരുതലിനും എൻ്റെ കുടുംബസമേതം ഞങ്ങൾ നന്ദി അർപ്പിക്കുകയാണ്. അവൻ്റെ മെറിറ്റ് കൊണ്ടല്ല ഇത് കിട്ടിയെന്ന് ഞങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യമുണ്ട്, അവനും ബോധ്യമുണ്ട്. നേർച്ച വസ്തുക്കൾ ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. നേർച്ച വസ്തു ഉപയോഗിച്ച് തന്നെയാണ് അവൻ്റെ കരങ്ങളിൽ, അവൻ ദൂരെയാണ് ഇരിക്കുന്നെങ്കിലും അവൻ്റെ അടുക്കൽ ഞാൻ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് പോയ വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും കരങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ച് അവനും പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ഉടമ്പടിയോട് ചേർന്നാണ് എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞും എൻ്റെ ഉടമ്പടിയോട് ചേർന്ന് സപ്പോർട്ട് ചെയ്തിട്ടാണ് അവരും എൻ്റെ കൂടെ തന്നെയാണുള്ളത്. അടുത്ത എൻ്റെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് 2022 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നതിന് 6 വർഷം മുന്നേ ഇയർലി ഒരു മിനിമം 3 പ്രാവശ്യമെങ്കിലുമായിട്ട് എനിക്ക് ബാലൻസ് പ്രോബ്ലം ഉണ്ടാകുമായിരുന്നു. ഇയർ ബാലൻസ് പ്രോബ്ലം വന്നിട്ടുള്ളവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ടിനെക്കുറിച്ച്. വളരെ സിവിയറായിട്ട് വരുമായിരുന്നു. എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുകയില്ല, എൻ്റെ ഒരിടത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുകയില്ല. ഞാൻ ഒത്തിരിയേറെ വോമിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പൊട്ടാഷ്യം താഴും. ചില സമയങ്ങളിൽ ആംബുലൻസിന് വരെയും കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. അത്രയ്ക്കും അവസ്ഥയിലേക്ക്, വളരെ മോശമായൊരവസ്ഥയിലേക്ക് ഞാൻ കടന്നു പോകുമായിരുന്നു. ഒരു 3 ആഴ്ചയോളം പിടിക്കാൻ എൻ്റെ തലയൊന്നും നേരെയാകാൻ, ഡ്യൂട്ടി ചെയ്യാൻ പറ്റുകയില്ലായിരുന്നു. ഈ അവസ്ഥയിൽ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ച് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2022 പക്ഷേ ഞാൻ ഈ വിശുദ്ധ മണ്ണിൽ ചവിട്ടിയ സമയത്ത് തന്നെ പരിശുദ്ധ ദൈവമാതാവ്, എൻ്റെ കാര്യം ഞാനിത് നിയോഗത്തിൽ വെച്ചിട്ടില്ല, പക്ഷേ അമ്മ എന്നെ ഓർത്തു. അന്ന് മുതൽ ഇന്ന് വരെയും എൻ്റെ ഇയർ ബാലൻസ് പ്രോബ്ലം ഇതിലൂടെ പോയെന്ന് എനിക്കറിയില്ല. അമ്മ ഇത് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി തന്നു. ഞാൻ പല ENT ഡോക്ടേഴ്സിനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കും അത് പരിഹരിച്ചു തരാൻ പറ്റിയിട്ടില്ല. എല്ലാവരും പറയും വെർട്ടിഗോ ആണ്, വെട്ടിൻ ടാബ്ലറ്റ് കഴിക്കുക, അങ്ങനെ ഒരു 2 ആഴ്ച കഴിക്കും,
ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. വീണ്ടും ഇത് ആവർത്തിക്കും. എനിക്ക് മനസ്സിന് ഭയങ്കരമായ പേടിയായിരുന്നു. ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കാനും അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് സ്റ്റാഫില്ലാത്ത സമയത്ത് ഒറ്റയ്ക്ക് ഇരിക്കാൻ തന്നെ എനിക്ക് പേടി. ഏത് സമയത്താണ് ഈ തലകറക്കം ഉണ്ടാകുന്നതെന്ന് പറയാൻ പറ്റിയല്ല. അത്രയും മനസ്സ് എൻ്റെ വളരെ തളർന്നു പോകുന്നൊരവസ്ഥയായിരുന്നത്. അതിൽ നിന്ന് പരിശുദ്ധ അമ്മ എനിക്ക് പരിപൂർണമായ വിടുതലാണ് അമ്മ എനിക്ക് നൽകിയത്. അതിന് പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഈ നിമിഷം ഞാൻ ഒത്തിരിയേറെ നന്ദി അർപ്പിക്കുന്നു. ഈ ജനുവരി ഒരു നൈറ്റിലും മാർച്ച് മാസം ഒരു ഡേയിലുമായിട്ട് എനിക്ക് നേരിയ തോതിൽ ബാലൻസ് പ്രോബ്ലം വന്നു. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല, നന്ദി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നു. എന്താണേലും ഇതുവരെയും എനിക്ക് സെവിയറായിട്ടുള്ള ബാലൻസ് പ്രോബ്ലം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയില്ല. പരിശുദ്ധ അമ്മ പൂർണ്ണമായിട്ട് ഇത് എടുത്തു മാറ്റിയെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അതിന് അമ്മയോട് ഈശോയോട് ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറയുന്നത്, ഞങ്ങൾ ആത്മീയ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളും കാര്യങ്ങളും എല്ലാം വളരെ ചിട്ടയോടെ കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട് ഉടമ്പടി എടുത്തതിന് ശേഷം. മാത്രമല്ല, നേരത്തെയൊക്കെ ഞാനൊരു 2 കൊന്ത രാവിലെയും വൈകുന്നേരം 2 കൊന്ത ചെല്ലുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എനിക്ക് കൊന്ത എത്ര കൊന്ത അർപ്പിച്ചാലും എത്ര കൊന്ത ചെല്ലിയാലും എനിക്ക് മടുപ്പ് വരികയില്ല. പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട്, നമ്മളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട്, കിഡ്നി രോഗികൾക്ക് വേണ്ടി, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഒത്തിരിയേറെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ, മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ എനിക്ക് എൻ്റെ അമ്മ പരിശുദ്ധാത്മാവിൽ നിന്നൊരു കൃപ എനിക്ക് അമ്മ നേടിത്തന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഇവിടുന്ന് വരുന്ന പത്രങ്ങൾ, കൃപാസനം പത്രത്തിൽ വിശുദ്ധ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചൊല്ലി അർഹതപ്പെട്ടവരുടെ കൈകളിൽ തന്നെ ഇത് എത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെ കൃപാസനം പത്രം ഞാൻ കൊടുക്കുന്നു. അധികം കൃപാസനം പത്രം, ഒരു 80% കൃപാസനം പത്രവും ഞാൻ കൊടുത്തിരിക്കുന്നത് നോൺ ക്രിസ്ത്യൻസിനാണ്. അത് കൊടുക്കുമ്പോൾ ഞാൻ എൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ കുടുംബത്തിൻ്റെ അനുഭവസാക്ഷ്യങ്ങൾ, എൻ്റെ പ്രാർത്ഥനകളിലൂടെ എൻ്റെ സുഹൃത്തുക്കൾക്ക് കിട്ടിയ അനുഭവസാക്ഷ്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് പങ്കുവെച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അകത്ത് ചൊവ്വാഴ്ച ദിവസത്തെ അച്ഛൻ്റെ ടോക്ക്, ആരാധന, വളരെ ഭക്തിപൂർവ്വം ഒറ്റ ചൊവ്വാഴ്ച പോലും മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കാനും, അതുപോലെ തന്നെ അത് ഷെയർ ചെയ്യാനും, അല്ലാത്ത സാക്ഷ്യങ്ങളെല്ലാം തന്നെ കൂടാനും അത് ഷെയർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഡെയിലി ബ്രെഡ്, അതും ഒരിക്കലും മുടങ്ങാറില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുന്ന ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ, എൻ്റെ പ്രൊഫഷനും അനുസരിച്ച് ഡിസേബിളായിട്ടുള്ള പിള്ളേരുടെ അടുക്കൽ പോവുകയും അവർക്ക് എന്നാൽ കഴിവുള്ള വിധത്തിൽ ഏത് ടെസ്റ്റുകളാണോ ചെയ്തു കൊടുക്കാൻ പറ്റുക അത് ചെയ്തു കൊടുക്കുകയും, അതുപോലെ തന്നെ ക്യാൻസർ രോഗികളെ കാണാൻ പോവുകയും ഓൾഡ് ഏജ് ഹോം സന്ദർശിക്കുകയും ഞങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് ഫൈനാൻഷ്യലായിട്ടും ഫുഡായിട്ടും അതുപോലെ തന്നെ വസ്ത്രങ്ങളായിട്ടും ഞങ്ങളെ കഴിവുള്ള വിധത്തിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തു പോരുന്നു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുത്തു എന്നുള്ളതാണ്. എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളതിനെ ഒക്കെ മാറ്റി എൻ്റെ ജീവിതത്തിൽ നിന്ന് ഈശോ നൽകിയ ഏറ്റവും വലിയൊരു ഭാഗ്യം ഞാൻ ഉടമ്പടിയായിട്ട് കരുതുന്നു. നിത്യത വരെയും എൻ്റെ ഈശോയോടും മാതാവിനോടും ചേർന്ന് ഞാനും എൻ്റെ കുടുംബവും ജീവിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ഞങ്ങളുടെ പ്രാർത്ഥനയും. എൻ്റെ ഇന്നത്തെ ഈ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ പിറവി തിരുനാളിന് അമ്മയ്ക്ക് ഞാനൊരു ഗിഫ്റ്റായിട്ട് ഇത് ഞാൻ സമർപ്പിക്കുന്നു. ഇന്നോളം നൽകിയ, ഇനിയും നൽകാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും എൻ്റെ ഈശോയോടും മാതാവിനോടും ഞാൻ 1000 നന്ദി അർപ്പിക്കുകയും ചെയ്യുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയുടെ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് ബിന്ദു ഷൈൻ. ഇത് എൻ്റെ ഹസ്ബൻഡ് ഷൈൻ ജോസഫ്, മക്കൾ അലൻ ഷൈൻ, അനീറ്റ ഷൈൻ. ഞാൻ പാലക്കാട് ഡിവൈൻ പ്രൊവിഡൻസ് ചർച്ച് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 26/5/23 എത്ര പ്രാവശ്യം ഉടമ്പടി പുതുക്കി എന്നുള്ളതിലല്ല, ഉടമ്പടി പുതുക്കാറാവുമ്പം, ഈ ഒരു നീണ്ട കാലഘട്ടം ഉടമ്പടി പുതുക്കാറാവുമ്പം ഞാൻ കുടുംബം ഒരുമിച്ച് എങ്ങനെ ഇവിടെ എത്തിച്ചേരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും തീക്ഷ്ണതയും. അതിൻ്റെ അർത്ഥം ഞങ്ങൾ കുടുംബം ഒന്നിച്ചാണ് ഉടമ്പടി ജീവിതം ജീവിക്കുന്നത് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ഏറ്റവും പ്രത്യേകമായൊരു നിയോഗം എന്ന് പറയുന്നത്, അന്ന് എൻ്റെ മകൾ MBBSന് ഫിലിപ്പീൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ഉടമ്പടിയെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നു, കൃപാസനത്തെക്കുറിച്ച് ധാരാളമായിട്ട് കേൾക്കുന്നു. പക്ഷേ ഇവിടെ വരുവാൻ ഞങ്ങൾ താല്പര്യം കാണിച്ചിരുന്നില്ല. ആ സമയത്ത് മകളുടെ MBBS പഠന കാലഘട്ടങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇതിനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി എൻ്റെ മമ്മി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്,
മോളെ നീ ഒരു മാതാവിൻ്റെ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഞാൻ സ്വപ്നം കണ്ടു എന്ന്. അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിഞ്ഞാലോചിച്ചില്ല, ഞങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഒരു MBBS പഠനം, ഇത്രയും വലിയ അത്ഭുതങ്ങൾ നടക്കുന്ന ഈ അൾത്താരയിൽ ഒരു MBBS പഠനം പാസ്സായി എന്നുള്ളതിന് ഇത്രയും അർത്ഥമുണ്ടോ, ഇത്രയും പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കരുത്. അതിന് കാരണം ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നാൽ, ഫിലിപ്പീൻസിലെ അവർ ലേഡി ഓഫ് ഫാത്തിമ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഇന്ന് ഡോക്ടർ ഓഫ് മെഡിസിൻ എന്ന സർട്ടിഫിക്കറ്റുമായി അൾത്താരയിൽ അനീറ്റ വന്നിരിക്കുന്നത്. അതിന് കാരണം അവിടെ നടക്കുന്ന അസസ്മെൻറ്റ് മെത്തേഡാണ്. 6 വർഷത്തെ കോഴ്സ് പ്രോഗ്രാമിൽ ഓരോ വർഷവും 2 ടേമായി ഡിവൈഡ് ചെയ്ത് പ്രിലിംസ്, മിഡ് ടേം, ഫൈനൽ, അങ്ങനെ ടോട്ടൽ 6 ഇമ്പോർട്ടൻ്റ് എക്സാംസ് ഒരു വർഷം കുട്ടികൾ ഫേസ് ചെയ്യണം. അതുകൂടാതെയാണ് ഇൻറ്റേർണൽ അസസ്മെൻറ്റ്സും വൈവയും അതുപോലെയുള്ള പ്രോഗ്രാംസും ഡ്യൂട്ടിയും എല്ലാം. ഈ ഓരോ എക്സാംസിനും നടക്കുന്ന അസസ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എക്സാംസിന് നടക്കുന്നത് പോലെയുള്ള കട്ട് ഓഫ് മാർക്കാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് പാസ് മാർക്കായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. അല്ലാതെ ഒരു 45 മാർക്സ് ഒരു 50 മാർക്സ് ഒരു 60 മാർക്സ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ മാർക്ക് അല്ല അവരുടെ പാസ് മാർക്ക്. എക്സാം കഴിയുമ്പോൾ കുട്ടികളുടെ പെർഫോമൻസിനെ അടിസ്ഥാനപ്പെടുത്തി ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കും ഈ എക്സാമിനേഷന് എത്രയാണ് പാസ് മാർക്ക് കൊടുക്കേണ്ടത് എന്ന്. അങ്ങനെ ഓരോ കുട്ടികളും ശ്രമിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ, എൻ്റെ മുകളിൽ ആരും കയറിപ്പോകരുത്. അങ്ങനെ കുട്ടികൾ തമ്മിലുള്ള ടൈറ്റ് കോമ്പറ്റീഷൻ ഒട്ടും ഹെൽത്തി അല്ലാത്ത അൺഹെൽത്തി കോമ്പറ്റീഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം കുട്ടികൾക്ക് ആരും മുകളിൽ കയറരുത്, കട്ട് ഓഫ് കയറിപ്പോവും. കട്ട് ഓഫ് കയറിപ്പോയി കഴിഞ്ഞാൽ കട്ട് ഓഫിൻ്റെ താഴെ വന്ന ഫെയിലാണ്. ഇനി ഈ ഫെയിലിന് എന്താണ് ഇത്ര ഇമ്പോർട്ടൻസ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ, കുട്ടികൾ ഫെയിലായി കഴിഞ്ഞാൽ 1 വർഷം ഇയർ ബാക്ക് ആവുകയാണ് ചെയ്യുന്നത്. 1 വർഷം ഇയർ ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം, 6 വർഷത്തെ പ്രോഗ്രാം 1 വർഷം ഇയർ ബാക്ക് എന്ന് പറഞ്ഞാൽ വിത്ത് എഗെയിൻ നമ്മൾ ഫീസോട് കൂടി കുട്ടികൾ പഠിക്കണം. ഇവിടെയാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന ഒരു സംഗതി ഞങ്ങളുടെ ജീവിതത്തിൽ, അനീറ്റയുടെ ജീവിതത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും വർക്കൗട്ടായത്. ഞങ്ങൾ ഉടമ്പടി, ഞാൻ പറഞ്ഞു, ഉടമ്പടി എന്ന് പറയുന്നത്, കൃപാസനത്തിൽ ഉടമ്പടി എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു പടച്ചട്ട എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും ക്രൈസിസ് വന്നാലും ആ പടച്ചട്ട വിശ്വാസം, പ്രഖ്യാപനം, പ്രയോഗം, ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം എന്നിവയിലൂടെ ഞങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ അധ്വാനങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ മക്കൾ അവരുടെ പ്രയത്നങ്ങളും കഷ്ടപ്പാടുകളും പ്രാർത്ഥനകളും ഞങ്ങളുടെ പ്രാർത്ഥനകളും എല്ലാം ഞങ്ങൾ ചെയ്യുന്നത് ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ അതാണ് അനീറ്റയും ഞങ്ങളുടെ മറ്റു കുട്ടികളും തമ്മിലുള്ള വ്യത്യാസമുണ്ടായിരുന്നത്. അവളുടെ കഷ്ടപ്പാടുകൾ അത്രയും തന്നെ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അവൾ പ്രഖ്യാപിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എക്സാംസ് കഴിഞ്ഞു. ഇപ്പോൾ പാസ് ഔട്ട് ആയിരിക്കുന്നത് 29 ടോട്ടൽ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് 29 ഉള്ളിടത്ത് ആകെ 6 കുട്ടികൾ പാസ്സായി. അപ്പോൾ എന്താണ് വ്യത്യാസം? ബാക്കി കൂടെയുള്ള കുട്ടികളൊന്നും തന്നെ പഠിക്കാത്ത കുട്ടികളോ ബിലോ ആവറേജ് കുട്ടികളോ അല്ല. നമുക്ക് ഊഹിക്കാം, MBBS പോലുള്ളൊരു കോഴ്സ് ചൂസ് ചെയ്യുമ്പം കുട്ടികളുടെ അവരുടെ ആ ഒരു IQ ലെവൽ അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റുഡിയസ് ലെവൽ എത്രയായിരിക്കും നമുക്ക് ഊഹിച്ചെടുക്കാം. എല്ലാം എബോ ആവറേജ് ആയിട്ടുള്ള കുട്ടികൾ. പക്ഷേ അവരിൽ നിന്ന് അനീറ്റയെ വ്യത്യസ്തമാക്കിയത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തെ വ്യത്യസ്തമാക്കിയത് ഞങ്ങൾ ഉടമ്പടി എന്ന പടച്ചട്ട എടുത്ത് ധരിച്ചു എന്നുള്ളത് മാത്രമാണ്. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം ഞങ്ങൾ ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് സമർപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ, ഈ കാലഘട്ടങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് അടയാളങ്ങൾ കിട്ടുകയാണ്. അവൾക്ക് ഇത് പോരാതെ ഈ 6 വർഷത്തെ, ഞാൻ പറഞ്ഞു, ഈ 6 വർഷത്തെ ഈ കോഴ്സ് പ്രോഗ്രാമിൽ ഇത്രയധികം എക്സാംസും കഴിഞ്ഞതിന് ശേഷം എഗെയിൻ റീവാലിഡ എന്ന് പറയുന്നൊരു എക്സാമിനേഷൻ ഉണ്ട്. ഈ 6 വർഷത്തെയും കോഴ്സുകൾ കംപ്ലീറ്റ് പഠിച്ചതിന് ശേഷം ഈ റീവാലിഡ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തീസിസ് പോലെ ഒരു പേപ്പറാണ്. 6 വർഷത്തെ ഒരുമിച്ച് ഒരു എക്സാമിനേഷൻ ഫേസ് ചെയ്യണം. ആ എക്സാമിനേഷൻ്റെ സമയത്ത് അനീറ്റ എഴുതുന്ന പേപ്പറിൽ മാതാവിൻ്റെ ഒരു നീല കളർ ഒരു മാതാവിൻ്റെ ഒരു കളർ അവർ എഴുതിക്കൊണ്ടിരുന്ന പേപ്പറിൽ കാണിച്ചു. അത് അവൾക്കൊരു അടയാളമായി കിട്ടി. അതുപോലെ തന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ അവളുടെ കൂടെ ഉണ്ടായിരിക്കണം. ഈ 6 വർഷത്തെ അധ്വാനം വേസ്റ്റ് ആവും ഈ റീവാലിഡയിൽ ഫെയിലായി കഴിഞ്ഞാൽ. എഗെയിൻ 1 വർഷം പുറകോട്ട് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ കൂട്ടത്തോട് പ്രാർത്ഥിച്ചു, എനിക്കൊരു അടയാളം വേണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അന്ന് അവിടെ എക്സാമിനേഷൻ എഴുതുന്നു. ഞാനും ഹസ്ബൻഡും കൂടെ ഇവിടെ വന്നു. ഞങ്ങളിവിടെ വന്നപ്പോൾ എനിക്ക് അടയാളമായി എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ്. ഒത്തിരി ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ട്. ജോസഫ് അച്ഛനെ ഇതിന് പലപ്പോഴും ഞാൻ കാണാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. പക്ഷേ
അന്ന് എനിക്ക് മനസ്സിലായി മാതാവ് എനിക്ക് അടയാളം തന്നാണെന്ന്. ഞാൻ ഓടി അച്ഛൻ്റെ അടുത്തോട്ട് ചെന്നു. അച്ഛൻ രണ്ട് വാക്ക് വളരെ പുഞ്ചിരിയോടുകൂടി, അനുഗ്രഹമുള്ളൊരു പുഞ്ചിരിയോടുകൂടി എന്നോട് ചോദിച്ചു, എന്താണ് അവളുടെ പേര്, എവിടെയാണ് പഠിക്കുന്നത്. ഇത് രണ്ടേ ഞാൻ അച്ഛൻ ചോദിച്ചുള്ളൂ. പക്ഷേ ഞാൻ വളരെ ഡീറ്റെയിൽഡായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ വളരെ ക്ഷമയോടെ എൻ്റെ കാര്യങ്ങൾ, അച്ഛൻ ഒരു വാക്കും വേറെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ എനിക്ക് അടയാളമായിട്ട് അത് കിട്ടി. അങ്ങനെ റീവാലിഡേയിലും ഉയർന്ന സ്കോറോടുകൂടി അനീറ്റ പാസ്സായി. ഇന്ന് മാതാവിന് സമർപ്പിക്കാനായിട്ട് സർട്ടിഫിക്കറ്റുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നിയോഗത്തിൽ വെച്ച മറ്റൊരു സാക്ഷ്യമാണ് എൻ്റെ മകൻ്റെ ജോലിയിലുള്ള ഉയർച്ച. അത് ജോലിയിൽ കയറിയിട്ട് വളരെ ബിഗിനറായിട്ടുള്ള മകന് ഒട്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു സ്കെയിലുള്ള ഒരു സാലറി പാക്കേജിലല്ല, ഏറ്റവും വളരെ ഉയർന്നൊരു സാലറി പാക്കേജിൽ ഇന്ന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട് മകൻ വർക്ക് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് ഉടമ്പടി എന്ന ജീവിതത്തിൽ എത്തിപ്പിടിച്ചപ്പോൾ, ഉടമ്പടി ജീവിതം കൂട്ടത്തോടെ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വരുന്ന അത്ഭുതങ്ങളുടെ പ്രവാഹമാണ്. ഇനിയും ഒരുപാട് അത്ഭുതങ്ങളുണ്ട് പറഞ്ഞു തീർക്കാനായിട്ട്. അത് രോഗസൗഖ്യങ്ങളാകട്ടെ, മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാവട്ടെ, ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതെല്ലാം ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. അപ്പോൾ ഈ ഒരു പടച്ചട്ട ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് പാലക്കാട് നിന്ന് ഇവിടം വരെ വന്നിരിക്കുന്ന അമ്മയോടുള്ള നന്ദി പറയാൻ നിങ്ങളുടെയൊക്കെ മുൻപിലായിട്ട്. ഉടമ്പടി നമുക്ക് നമ്മുടെ സന്തോഷത്തിലും ദുഃഖത്തിലും, സന്തോഷത്തിലും ആനന്ദത്തിലും ക്രൈസിസിലും എല്ലാം എടുത്തു ധരിക്കാൻ പറ്റുന്ന ഒരു പടച്ചട്ടയാണ്. അതിനെ നിങ്ങൾ ആരും വിട്ടുകളയരുത്, മുറുക്കെ പിടിക്കുക. ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കാനായിട്ട് നമ്മൾ വിചാരിക്കും, ഞാനും ആദ്യം അങ്ങനെ വിചാരിച്ചത്, എങ്ങനെ ഇതൊക്കെ തീർക്കും, ജീവിക്കാൻ പറ്റുമോ എന്ന്. ബീങ് ക്രിസ്ത്യനായിട്ട് പോലും ഇതൊക്കെ സാധിക്കുമോ എന്നുള്ളത്. പക്ഷേ ഇന്ന് ഞാൻ പറഞ്ഞു, ഓരോ മൂന്നാമത്തെ ദിവസം മുടങ്ങാതെ, മൂന്നാമത്തെ മാസം ഒരു ഡേറ്റ് എങ്ങാനും വ്യത്യാസമായ പിന്നെ ആകെ അങ്കലാപ്പും അസ്വസ്ഥതകളുമാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എത്താൻ പറ്റില്ല. എങ്ങനെയും വെരി നെക്സ്റ്റ് ഡേ ഞങ്ങളിവിടെ, ഞാനും ഹസ്ബൻഡും കൂടെ എത്തും, ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ പുതുക്കും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന, ഞങ്ങളുടെ ജീവിതത്തെ ധന്യപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന പരിശുദ്ധ അമ്മ. ഇതെല്ലാം സാധിക്കുന്നത് എനിക്ക് നല്ല ഉറപ്പാണ്. കൃപാവരത്തിൻ്റെ സിംഹാസനമാണ് പരിശുദ്ധ അമ്മ. ആ അമ്മയെ ഏറ്റവും തീക്ഷ്ണതയോടെ, ഏറ്റവും ആഗ്രഹത്തോടെ, കൊതിയോടുകൂടി അമ്മയെ സമീപിച്ചു. അമ്മയോട് പറഞ്ഞു, ഈശോയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി അമ്മേ, എൻ്റെ കുടുംബത്തെ ഞാൻ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. അത്രയും വെരി സിമ്പിളായിട്ടുള്ള, വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രാർത്ഥന രീതിയിലൂടെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകുന്നു. എൻ്റെ ഹസ്ബൻഡും എൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ ആ ഇത് കണ്ടിട്ട്, ആനന്ദം കണ്ടിട്ട് ഹസ്ബൻഡും ഉടമ്പടി എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ആത്മീയ ആനന്ദം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയാൻ പറ്റില്ല. വിശുദ്ധ കുർബാനയുടെ സമയത്ത്, അത് ശരിക്കും പറഞ്ഞാൽ വിശുദ്ധ കുർബാനയുടെ സമയത്ത് പുരോഹിതൻ സ്ഥാപകവചനങ്ങൾ ഉച്ചരിക്കുമ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞൊഴുകും. അതുപോലെ വിശുദ്ധ കുരിശിൽ, അൾത്താരിയിലൊക്കെ പോയി ആരാധനാ ചാപ്പലുകളിലൊക്കെ വിശുദ്ധ കുരിശിൽ നോക്കുമ്പോൾ കണ്ണു നിറഞ്ഞൊഴുകും. ഇതെനിക്ക് പരിചയക്കാരി ഇരിക്കുന്നിടത്ത്, എൻ്റെ ഫാമിലി മെമ്പേഴ്സോ അല്ലെങ്കിൽ എൻ്റെ ഇടഭാഗങ്ങളിൽ ഇരിക്കുന്നിടത്ത് പോകുമ്പോൾ എനിക്ക് ഡൗട്ട് ഇതാണ്, ദൈവം ഇവരെന്ത് വിചാരിക്കും, ഞാൻ വേറെ എന്തെങ്കിലും വലിയ പ്രാരാബ്ദങ്ങൾ ഓർത്ത് കരയാണ്. അല്ല, ഞാനും ഈശോയും തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ, ആ ഒരു ലവ്, ആ ഒരു കമ്പാഷനാണ് അവിടെ ഡിറൈവ് ചെയ്ത് വരുന്നത്. അത് ഫീൽ ചെയ്തു തുടങ്ങി. അത് കുർബാന എന്നത് ആസ്വദിക്കാൻ പറ്റി തുടങ്ങിയത് ഉടമ്പടി ജീവിതം ജീവിക്കാൻ തുടങ്ങിയപ്പോൾ. അതാണ് അതിൻ്റെ രത്നചുരുക്കം എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എനിക്ക് തന്ന, എൻ്റെ കുടുംബത്തിന് തന്ന, നമ്മുടെ ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, ഫോർ ദ ഗ്രേറ്റർ ഗ്ലോറി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എൻ്റെ കുടുംബത്തെ, എൻ്റെ മക്കളെ, ഞങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഈ അൾത്താരയിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവകാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത്, ഞാൻ എല്ലാ മാസവും ഇവിടെ ഞങ്ങൾ വരാറുണ്ട്. അതുപോലെ തന്നെ ഓരോ മൂന്നാമത്തെ മാസം വന്ന് ഉടമ്പടി പുതുക്കാറുണ്ട്. ഞങ്ങൾ കൊണ്ടുപോകുന്ന പേപ്പറുകൾ ഞങ്ങൾ ഹോസ്പിറ്റലുകളിൽ, ബസ് സ്റ്റാൻഡുകളിൽ ഒക്കെ കൊടുക്കാറുണ്ട്, പറയാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ ഒരു മടിയും കൂടാതെ പറയാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ എനിക്ക് സഹോദര തുല്യമായിട്ട് എൻ്റെ കൂടെ വരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ് ജാസ്മിൻ. ഞാനും ജാസ്മിനും എല്ലാ ആഴ്ചയും, അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എല്ലാ ആഴ്ചയും ഹോസ്പിറ്റലുകൾ, അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ മുടങ്ങാതെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പൊതിച്ചോറ് കൊടുക്കലാവട്ടെ, രോഗികളെ സന്ദർശിക്കലാവട്ടെ, അനാഥാലയത്തിൽ പോയി അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്യുന്നതാവട്ടെ, പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് വിശുദ്ധ കുർബാനയും കുമ്പസാരവും ഒരു ജീവമൂല്യമായിട്ട്, ആത്മാവിൻ്റെ ജീവനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നു. ഇതാണ് ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൻ്റെ അങ്ങനെ ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു. എനിക്ക് ഇത്രയും ഉയർച്ച തന്ന ഈശോനും മാതാവിനും ഒത്തിരി നന്ദി. 6 ഇയേഴ്സ് കോഴ്സിൽ എസ്പെഷ്യലി റിവാലിഡ പാസ് ചെയ്ത് തന്നതിന് ഒത്തിരി നന്ദി. കാരണം ഓറൽ റിവാലിഡ പറഞ്ഞ ഒരു എക്സാമും കൂടി ഉണ്ടായിരുന്നു. അതിലെനിക്ക് കിട്ടിയത് ഞങ്ങളുടെ കോളേജിലെ ഏറ്റവും ടെററായ ഒരു ഡോക്ടറായിരുന്നു.
പക്ഷെ എനിക്ക് റിട്ടേണിൽ ദൈവം ഒത്തിരി സഹായിച്ച് ഞാൻ ഔട്ട്റൈറ്റ് പാസ്സായി. ദൈവത്തിന് ഒത്തിരി നന്ദി.